ഹായ്, ദിസ് വീഡിയോ ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഗേൾസ്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാലമാണല്ലോ. ഗേൾസ് ജേഴ്സി ഇട്ട് നടക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ഫുട്ബോളിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ഞാൻ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, അതായത് നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ഫാമിലിയോ, അവരൊക്കെ നമ്മളോട് കളിയാക്കി ചോദിക്കാറില്ല, നിനക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന ടീമിനെ, നീ സപ്പോർട്ട് ചെയ്യുന്ന ടീമിൽ ഒരു 5 ആൾക്കാരുടെ പേര് പറയാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ ഇൻസൾട്ട് ചെയ്യാറില്ലേ. സത്യത്തിൽ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ ഫുട്ബോൾ കാണുന്നത്? അല്ലല്ലോ, ഇതൊരു ടൈപ്പ് ഫോമോയല്ലേ. നമ്മൾ ഓരോ പോലെ തന്നെ ഒന്നുകിൽ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു, ഭയങ്കര റെയറായിട്ട് നമ്മൾ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ അല്ലേ അവർക്കും നമുക്കിടയിലുള്ളത്. എന്നാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ടീമിൻ്റെ കളി കാണാനുള്ള ഫുട്ബോളിൻ്റെ ബേസിക്സ് ഞാൻ പറഞ്ഞുതരാം. ഈ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ അടുത്ത ദിവസം തൊട്ട് കളി കാണും. അപ്പോൾ ഒരു ഗെയിം എടുത്താൽ അതിൽ 2 ടീമുണ്ടാവും, ഒരു എ ടീമും ഒരു ബി ടീമും. ഓരോ ടീമിലും 11 ആൾക്കാർ. ഇനി ഈ 11 ആൾക്കാരിൽ എങ്ങനെയാണ് ഇവർ പൊസിഷൻ ചെയ്യുന്നത്, ഗ്രൗണ്ടിൽ പൊസിഷൻ ചെയ്യുന്നത് നോക്കാം. ഗോൾ പോസ്റ്റിന് അടുത്തുള്ളതാണ് ഗോൾ കീപ്പർ. ഗോൾ കീപ്പറിൻ്റെ ഫ്രണ്ടിൽ ഡിഫൻഡേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഫ്രണ്ടിൽ മിഡ്ഫീൽഡേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഫ്രണ്ടിൽ സ്ട്രൈക്കേഴ്സ് അല്ലെങ്കിൽ ഫോർവേഡ് കളിക്കുന്ന ആൾക്കാർ. ഇങ്ങനെയാണ് ഗ്രൗണ്ടിൽ ഇവരെ പൊസിഷൻ ചെയ്യുന്നത്. 45 മിനിറ്റ്സിൻ്റെ 2 സെറ്റാണ് ഉണ്ടാവുക, അതായത് ടോട്ടൽ 90 മിനിറ്റ്സ്. അതിൻ്റെ ഇടയിൽ ഒരു 15 മിനിറ്റ്സ് ബ്രേക്കും ഉണ്ടാവും. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിച്ചു, ഇഞ്ചുറി ടൈമിൽ ഇത് ചെയ്തു നോക്കിയാൽ. അപ്പോൾ എന്താണ് ഇഞ്ചുറി ടൈം? അതായത് ഇപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്ത് 45 മിനിറ്റ്സിൻ്റെ ഒരു ടൈമർ ഉണ്ടാവും. അപ്പോൾ ഈ കളി സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫൗള് കാണിക്കുക, അപ്പോൾ ഒരു കാർഡ് കാണിക്കുക, അല്ലെങ്കിൽ അവർ ഒരു ഗോൾ എടുത്താൽ ഗോളിൻ്റെ സെലിബ്രേഷൻ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം വേസ്റ്റേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എത്ര ടൈം വേസ്റ്റ് ആയെന്ന് അവർ നോക്കും. ഈ വേസ്റ്റ് ആയ ടൈം ഈ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഇഞ്ചുറി ടൈം. ഇപ്പോൾ 4 മിനിറ്റാണ് അവർ ടോട്ടൽ 45 മിനിറ്റ്സിൽ വേസ്റ്റ് ചെയ്തെങ്കിൽ അത് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു +4 എന്ന് എഴുതി കാണിക്കും. അതാണ് ഇഞ്ചുറി ടൈം. നമ്മളെല്ലാവരും കാണുന്നതാണ് 2 കളർ കാർഡ്, ഒന്ന് യെല്ലോ കാർഡും ഒന്ന് റെഡ് കാർഡും. അപ്പോൾ എന്താണ് യെല്ലോ കാർഡ്? യെല്ലോ കാർഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലേയേഴ്സ് കളിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫൗൾ കാണിച്ചു, അപ്പോൾ അതിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇവർ യെല്ലോ കാർഡ് കൊടുക്കണോ അല്ലെങ്കിൽ റെഡ് കാർഡ് കൊടുക്കണോ എന്ന് റെഫറി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലെയറിന് 2 യെല്ലോ കാർഡ് ആ ഗെയിമിൽ വരുവാണെങ്കിൽ ആ പ്ലെയർ ആ ഗെയിമിൽ നിന്ന് ലീവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റെഡ് കാർഡ് കിട്ടുവാണെങ്കിലും അപ്പോൾ തന്നെ ലീവ് ചെയ്യണം. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഓഫ് സൈഡ് എന്നൊക്കെ കേട്ട് കാണും. അപ്പോൾ ഓഫ് സൈഡ് എന്താണെന്ന് വെച്ചാൽ അൺഫെയർ ആയിട്ട് പ്ലേയേഴ്സ് അഡ്വാൻറ്റേജ് എടുക്കാതിരിക്കാനുള്ള ഒരു റൂളാണ് ഓഫ് സൈഡ്. അതായത് ഒരു ടീമിലെ പ്ലെയറിന് ബോൾ കിട്ടുന്ന സമയത്ത്, പാസ് ചെയ്ത് കിട്ടുന്ന സമയത്ത് അയാളുടെ ഫ്രണ്ടിൽ 2 ഡിഫൻഡേഴ്സ് ഉണ്ടാവണം. അതൊരു ഗോളായിട്ട് മാറുവാണെങ്കിൽ അത് ഗോളായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മാത്രം ആലോചിക്കുക, അതായത് ഈസി ആയിട്ട് ഓപ്പോസിറ്റ് ടീമിൻ്റെ ഗോൾ പോസ്റ്റിന് അടുത്ത് പോയി നിന്നിട്ട് ഇവിടുന്ന് ഒരാൾ പാസ് ചെയ്ത് അങ്ങോട്ടേക്ക് ബോൾ കൊടുക്കുന്നു, അവിടുന്ന് ഈസി ആയിട്ട് ഗോൾ അടിക്കാമെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റൂളാണ് ഓഫ് സൈഡ്. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ബേസിക്സ് പഠിച്ച് ഇല്ല, ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് പെനാൽറ്റി കിക്ക്. ഇപ്പോൾ ഇന്നലത്തെ കളി തന്നെ ഖത്തറിൻ്റെ കളിയിൽ പെനാൽറ്റി കിക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പെനാൽറ്റി കിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾ പോസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ക്വയർ ഉണ്ട്, അതാണ് പെനാൽറ്റി ബോക്സ്. അപ്പോൾ ഈ പെനാൽറ്റി ബോക്സിനകത്ത് ഗോൾ കീപ്പറിന് മാത്രമുള്ള കൈ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, ലൈക്ക് ബോൾ കൈ വെച്ച് പിടിക്കുക, തടയുക, അതൊക്കെ ഗോൾ കീപ്പറിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് ഈ പ്ലേയേഴ്സ് ചെന്നിട്ട്, ഡിഫൻഡേഴ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സ് ചെന്നിട്ട് അവിടെ എന്തെങ്കിലും ഫൗള് കാണിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ടീമിന് ഒരു പെനാൽറ്റി കിക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ ഫുട്ബോളിൻ്റെ ബേസിക്സ് പഠിച്ചു. ഇനി നിങ്ങൾ ഈ സീസണിൽ പിടിച്ചു നിൽക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമിൻ്റെ 5 ആൾക്കാരുടെ പേര് പഠിക്കണം. എന്നിട്ട് അത് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ അവരുടെ ഗോൾ കീപ്പറിൻ്റെ പേര് പഠിക്കണം. മിക്ക ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയണമല്ലോ നമ്മുടെ ഗോൾ കീപ്പർ ഇത്ര സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2-3 ഡിഫൻഡേഴ്സിന് പഠിക്കണം, ഒരു 2-3 മിഡ്ഫീൽഡേഴ്സിന് പഠിക്കണം, ഒരു 2 സ്ട്രൈക്കേഴ്സിൻ്റെ പേരും പഠിക്കണം. എന്നിട്ട് നമ്മൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഇവരുടെ പേര് വെച്ചങ്ങോട്ട് കാച്ചണം. ഇനി നിങ്ങൾക്ക് ഈ സീസണിൽ പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞാനിത് പഠിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്താണ് ഞാൻ പഠിക്കുന്നത്. കാരണം മലപ്പുറത്തുനിന്ന് വന്നതായതൊന്നും പ്രത്യേകിച്ച് എനിക്കത് ഗുണം ചെയ്തിട്ടൊന്നുമില്ല. ലൈക്ക് എനിക്ക് അങ്ങനെ ഫുട്ബോൾ കാണാനുള്ള അവസരങ്ങളും പണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഉമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊന്നും കണ്ട് നടന്നിട്ടൊരു കാര്യമില്ല, പഠിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അതിനൊന്നും എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഫുട്ബോളിനാണ് ഞാൻ പഠിച്ചത്. ഞാൻ ശരിക്കും ലിറ്ററലി ഗൂഗിൾ എടുത്ത് പഠിക്കുമായിരുന്നു. ലൈക്ക് ഞാനിങ്ങനെ ഓരോന്ന് നോക്കും, കളി കാണും, എന്നിട്ട് ഞാൻ ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത് അങ്ങനെ നോക്കും. പിന്നെ ഞാൻ അവരുടെ പ്ലേയേഴ്സിൻ്റെ പേരൊക്കെ ഞാൻ എഴുതി പഠിച്ചിട്ടുണ്ട്. മറ്റേ ചില പ്രൊനൗൺസിയേഷൻ ഒന്നും കിട്ടാനിട്ട് ഞാൻ ഗൂഗിളിനോട് യൂട്യൂബിനോടൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്.